അസ്സലാമു അലൈക്കും. മർവ ബൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോളർ മോഡൽ ഫ്രോക്ക് നൈറ്റിയാണ് നമ്മളിന്ന് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും. വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഇനി നമുക്ക് കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. 49 ഇഞ്ച് നീളവും 46 സൈസ് വീതിയുമുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായി നമ്മൾ 4ആയി മടക്കി ഫോൾഡ് ചെയ്ത വശം നമ്മളുടെ സൈഡിലായിട്ടിടുക. തേരി വശം അപ്പുറത്തെ സൈഡിലുമായിട്ടിടുക. 2.25 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ഇറക്കവും നെക്ക് അടയാളപ്പെടുത്തുന്നു. ശേഷം ഹോളിട്ട് കൈക്കുഴിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നു. മുകളിൽ നിന്നും 1.5 മാറി നമ്മൾ അടയാളപ്പെടുത്തുന്നു. ശേഷം നമുക്ക് ഇറക്കം 42 അടയാളപ്പെടുത്തുന്നു. 7 ഇഞ്ച് വീതം നമ്മൾ 2 പാർട്ടായിട്ട് അടയാളപ്പെടുത്തുന്നു. ഇത് നമുക്ക് ഫ്ലീറ്റ് ഇടാനായിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. 12.5 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നു. വേസ്റ്റും ഹിപ്പും അടയാളപ്പെടുത്താനായി മുകളിൽ നിന്ന് 14 മാറി വേസ്റ്റും 19 മാറി ഹിപ്പ് വശവും അടയാളപ്പെടുത്തുന്നു. വേസ്റ്റ് വശം 11.5 അടയാളപ്പെടുത്തുന്നു. ഹിപ്പ് വശം നമ്മൾ 12.5 അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. താഴോട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. താഴെ വശം 2 ഇഞ്ച് മാറി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് തുണി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യും. അതിന് മുമ്പായി നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലെങ്കിൽ തയ്യൽ തുമ്പ് കൂട്ടി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിലെ വിരിവ് അളവെടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാക്ക് വശമൊന്നും ഒട്ടും പിടുത്തമില്ലാതെ തയ്ക്കാൻ പറ്റും. ഷോൾഡറിൻ്റെ തൊട്ട് താഴെയായി ഞാൻ വിരിവ് അളന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് 7 ഇഞ്ച് വീതം 2 പാർട്ടായിട്ട് അടയാളപ്പെടുത്തിയത് വെട്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനെ വെട്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. അതിനായി 8.5 ഇഞ്ച് നീളത്തിൽ ആദ്യം നമ്മൾ വെട്ടുന്നു. 15 ഇഞ്ച് വീതിയിൽ നമ്മളിത് തയ്യൽ തുമ്പടക്കം വെട്ടി മാറ്റി വയ്ക്കുന്നു. കൈക്കുഴി നമുക്ക് അളന്ന് നോക്കിയിട്ട് നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ട് വെട്ടി മാറ്റാം. ത്രീ ഫോർത്ത് കൈ ആയതിൻ്റെ പേരിൽ നമ്മളിനി ഇതിനകത്ത് എക്സ്ട്രാ തുണി ആഡ് ചെയ്ത് പിടിപ്പിക്കണം. നാല് ലെയർ തുണി നമ്മൾ ഒരുമിച്ചിട്ട് സ്ലീവ് വെക്കാനായി നമുക്ക് വെട്ടിയെടുക്കാം. വീതിയൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്തതിന് ശേഷം വെട്ടിയെടുക്കാം.
ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ 6 ഇഞ്ച് നീളവും 2.25 ഇഞ്ച് വിഡ്ത്തുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് യു ഷേപ്പിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കളയാതെ സൂക്ഷിച്ചു വയ്ക്കണം. ഇനിയും കോളർ ആഡ് ചെയ്യാനായി നമുക്ക് മറ്റൊരു തുണിയിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. അതിനായി നമ്മൾ മുകൾ വശം വെട്ടി മാറ്റുന്നു. 6 ഇഞ്ച് വീതം നീളവും 6 ഇഞ്ച് നീളവും 2.25 ഇഞ്ച് വീതിയും ഇവിടെയും നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കണം. വീതി കുറവായതിൻ്റെ പേരിൽ 1 ഇഞ്ച് താഴോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന തുണി അതേപോലെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്നും 1.25 ഇഞ്ച് വീതം താഴോട്ട് അടയാളപ്പെടുത്താം. ഇവിടെ 1.25 1.25 1.25 അളന്ന് നമുക്ക് താഴെ വരെ കൊണ്ടുവരാം. ഇനി താഴെ എത്തുമ്പോൾ നമ്മൾ 2 വീതം അടയാളപ്പെടുത്തണം. 2 2 2 എല്ലാ വശത്തും 2 ഉണ്ടോ എന്ന് നോക്കണം. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയാണ് ഷേപ്പ് ചെയ്യുന്നത്. കോളർ മോഡൽ നെക്കായതിൻ്റെ പേരിൽ ഇനി നമുക്കിതിനെ 1 ഇഞ്ച് മാറി താഴ്വശം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നിവർത്തി വെച്ച് നെക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ വരും നമ്മുടെ നെക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലായി ഞാനൊരു പീസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് പീസിൽ. ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. ഞാനിവിടെ ക്യാൻവാസ് ഉപയോഗിക്കാതെ സാദാ തുണിയിലാണ് തയ്ച്ചെടുക്കുന്നത്. ഫ്രണ്ട് പീസിൻ്റെ നടുക്കായി നമ്മൾ ഒരു തുണി വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്ത് കോളറിൻ്റെ തുണി വെച്ച് അറ്റാച്ച് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ശേഷം ഫ്രണ്ടിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്ക് വശം അറ്റാച്ച് ചെയ്യാം. നമുക്ക് 2 ഷോൾഡറും കൂടി കൂട്ടി യോജിപ്പിക്കാം. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ സ്ലീവ് എല്ലാം കൂട്ടി യോജിപ്പിക്കാം. ഇതിനെല്ലാം ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് തുണിയിലോട്ട് അറ്റാച്ച് ചെയ്യാം സ്ലീവ്. ഇനി നമുക്ക് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രോക്ക് എങ്ങനെയെന്ന് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.